ഞാൻ 42 വർഷം 43 വർഷമായിട്ട് കൃഷി മേഖലയിൽ തന്നെ ഉണ്ട്. വ്യാപകമായ രീതിയിൽ നെൽകൃഷികൾ, അതുപോലെ തന്നെ നേന്ത്രവാഴ, ഒട്ടനവധി പുതിയ പുതിയ രീതിയിലുള്ള കൃഷികളും ചെയ്തിട്ടുണ്ട്. വ്യാപകമായ രീതിയിൽ കപ്പ കൃഷി ചെയ്യാറുണ്ടായിട്ടുണ്ടായിരുന്നു, മധുരക്കിഴങ്ങ്, അങ്ങനെ ഒട്ടനവധി കൃഷികൾ. ഇന്ന കൃഷിയെന്നൊന്നുമില്ല. അതിൽ ഞാൻ ഓരോരോ കൃഷികളും കൊണ്ടുവന്ന് പരീക്ഷണം നടത്തിയതിൽ സൂര്യകാന്തിയുണ്ട്, ചോളം, കമ്പം, ബീൻസ്, വത്തക്ക. 10 വർഷം മുമ്പാണ് വത്തക്ക കൊണ്ടുവന്നിട്ട് കൃഷി ചെയ്തത്. ഇപ്പോഴും വത്തക്ക കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സീസണിൽ ഇപ്രാവശ്യം ഞാൻ കൃഷി ചെയ്തത് പുതിയ ഒരു ഐറ്റംസ് സമാമാണ്. സമാമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാണിജ്യ കൃഷിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയുന്നൊരു കൃഷിയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 10 വർഷം മുമ്പ് ഈ വത്തക്ക കൃഷി കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 10 വർഷം കൊണ്ട് ഇത് കേരളം ഏറ്റെടുക്കും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സാമ്പത്തിക ഭദ്രത വത്തക്ക കൃഷി തരും എന്നൊക്കെ. ഇത് ഈ സമാമ കൃഷി 2 വർഷം കൊണ്ട് തന്നെ കേരളം ഏറ്റെടുക്കും. അതുപോലെ തന്നെ എല്ലാവരും ഈ സമാമ കൃഷി ആവശ്യത്തിന് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അതെങ്ങനെ ചെയ്യാം, ഏത് രൂപത്തിൽ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ചെറിയ ഒരു അറിവാണ് നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ വെക്കുന്നത്. സമാമ് എന്ന് പറയുന്നത് അതിൻ്റെ വിത്ത് ഹൈബ്രിഡ് വിത്ത് തന്നെ ആയിരിക്കണം എടുക്കുന്നത്. ഹൈബ്രിഡ് വിത്ത് ഈ കേരളത്തിലിപ്പോൾ ഞാൻ കർണാടകം പോയി അന്വേഷിച്ചപ്പോൾ എനിക്ക് കർണാടകത്തിൽ നിന്ന് വിത്ത് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നീട് തമിഴ്നാട് പോയി അന്വേഷിച്ചപ്പോൾ തമിഴ്നാട്ടിൽ ആ കൃഷിൻ്റെ രൂപം, ആദ്യം അവിടെ പോയത്, അവിടുന്ന് കൃഷിൻ്റെ രൂപത്തിനെ പറ്റി പഠിക്കാൻ അവിടെ കൃഷി ചെയ്യുന്നവരടുത്ത് നിന്ന് എനിക്കൊരു പഠനം കിട്ടി. പിന്നീട് ഞാൻ ഗുണ്ടിൽപേട്ട, മൈസൂർ ഭാഗത്ത് പോയി നോക്കുക. അവിടെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം അവിടെ സമാമ കൃഷി ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം അവിടെ സമാമ കൃഷി വന്നിട്ടുണ്ട്. വീണ്ടും ഇവിടെ കോഴിക്കോട് വന്ന് കിസാനെ സമീപിച്ചിട്ട് പറഞ്ഞു, എനിക്ക് സമാമിൻ്റെ വിത്ത് വേണം. നിങ്ങൾ ഈ വിത്തിൻ്റെ മെയിൻ ഏജൻസിനെ, തമിഴ്നാട് വഴിക്കാണ് കേരളത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ ചെയ്യുന്ന ഏജൻസിനെ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതൊക്കെ പറഞ്ഞപ്പോൾ, നിങ്ങൾക്ക് എത്ര വേണം? എനിക്കൊരു പാക്ക് എന്ന് വെച്ചാൽ 21 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ്, അതാണ് എനിക്ക് കിട്ടേണ്ടത്. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആലോചിക്കാം എന്നും പറഞ്ഞു. അവരതേമാതിരി വിളിച്ച് നാംധാരിൻ്റെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടു. അവർ വിളിച്ചു, സാധനം കിട്ടി, എല്ലാം അങ്ങനെ സെറ്റപ്പ് ചെയ്തു. വിത്ത് പരിപൂർണമായിട്ട് യോജിച്ചതാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടണം. ഏതെങ്കിലും രീതിയിൽ എവിടെന്നെങ്കിലും സമാമിൻ്റെ ഉള്ളിൽ നിന്ന് വിത്ത് വാങ്ങിച്ചാൽ അത് കളറ് മുക്കി പാക്കറ്റാക്കിയിട്ട് ഇത് 10 റുപ്യേൻ്റെ പാക്കറ്റ്, 20 റുപ്യേൻ്റെ പാക്കറ്റാണെന്ന് പറഞ്ഞവരടുത്ത് നിന്ന് വിത്ത് വാങ്ങിക്കരുത്. അതാത് ട്രേഡ് കമ്പനീൻ്റെ ഹൈബ്രിഡ് വിത്തുകൾ പരിപൂർണമായി ധൈര്യസമേതം വാങ്ങിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ നിർമ്മാണം തന്നെ പരിപൂർണമായി വിജയിക്കൂ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത് ഈ മണ്ണാണ്. മണ്ണ് സമാമ കൃഷിക്ക് ഏറ്റവും യോജിച്ചത് മണൽ മണ്ണാണ്. മണൽ തരികൾ കൂടുതലുള്ളത്, പുഴവക്കുകൾ, അതുപോലെ തന്നെ ചില വയലുകൾ തന്നെ ഏറ്റവും നല്ല രീതിയിൽ മണലുള്ള ഭാഗങ്ങളുണ്ടാവും. അങ്ങനെ മണലുള്ള മണ്ണാണ് ഇതിന് ഏറ്റവും കൂടുതൽ യോജിച്ചത്. ഈ നമ്മളെ സാധാരണ വെള്ളരി കൃഷികൾ ഒക്കെ ചെയ്യുന്ന ഏതൊരു കർഷകനും സമാമ കൃഷി ചെയ്യാം എന്നുള്ളതാണ്. വ്യാപകമായ രീതിയിൽ വളങ്ങൾ വാരിടേണ്ട യാതൊരുവിധ ആവശ്യത്തിനില്ല. യാതൊരുവിധ കീട നിയന്ത്രണ പരിപാടികൾ നടത്തേണ്ട ആവശ്യമില്ല. പുഴുക്കൾ ഇതിനെ വല്ലാതെയും കണ്ട് ആക്രമിച്ചാൽ ഈ കായകളിലൊക്കെ വന്നിട്ട് പുഴുക്കളാണ് ഇതിന് ഓൾസ് കൊടുക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെക്കുകയാണെങ്കിൽ, നമ്മൾ സാധാരണഗതിയിൽ തന്നെ പുഴുവിനെ നിയന്ത്രിക്കാൻ എന്തെല്ലാം ചെയ്യുന്നുവോ ആ രീതിയിലെല്ലാം പുഴുവിനെ നിയന്ത്രിച്ചോളണം. ഇത് പുല്ല് കൂടുതലുള്ള പ്രദേശങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ മൾസി കൂളിംഗ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് കൃഷി ചെയ്യേണ്ടത്. മൾസി കൂളിംഗ് ഷീറ്റ് ഇട്ടിട്ട് ഇത് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഇത് പുഴു അങ്ങനെ പെട്ടെന്ന് ആക്രമിക്കില്ല. പുല്ലുകൾ അതേമാതിരി തന്നെ കട്ടപ്പാളികൾ അതൊക്കെ ഉണ്ടാവുന്നിടത്താണ് ഈ കായ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തളത്തിലൂടെ പുഴു വന്നിട്ട് നമ്മൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. സാധാരണ ഒന്ന് ഫസ്റ്റ് തന്നെ പറയേണ്ടതാണ് ബെഡ് രൂപപ്പെടുത്തുക. വെള്ളരിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വെള്ളരി ചെയ്യുന്നവർക്ക് ചെയ്യാമെന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കാൻ. ഈ ബെഡ് രൂപപ്പെടുത്തുമ്പോൾ വെള്ളരിക്ക് ഉപയോഗിക്കുന്ന അതേ ബെഡ് തന്നെയാണ് ഈ സമാമിനും വേണ്ടത്. അതിൽ ചാണകപ്പൊടി, ചാരം, അത് കോഴിവളം പോലുള്ളതൊക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്യാം. അതിൻ്റെ മുന്നേ നമ്മൾ സ്വാഭാവികമായിട്ട് പച്ചക്കറിയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നത് പോലെ കുമ്മായം ഉപയോഗപ്പെടുത്തി അമ്ല നിയന്ത്രണം മണ്ണ് വരുത്തണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം.
നമ്മൾ സാധാരണഗതിയിൽ ആദ്യം പറഞ്ഞതുപോലെ ഇത് തന്നെ ഏത് ഈ വെള്ളരി കൃഷി ചെയ്യുന്ന അതേ രൂപത്തിൽ തന്നെയാണ് ഇതിൻ്റെ തടം രൂപപ്പെടുത്തേണ്ടത്. വ്യാപകമായി വലിയ വട്ടത്തിലുള്ള തടം വെക്കരുത്. കയ്യുതും മൾച്ചിങ് ഷീറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അടിയിൽ ഈ പൊടികളൊക്കെ ഇട്ട് മൾച്ചിങ് ഷീറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിന് ഹോൾസ് ഭാഗത്ത് ഓരോരോ വിത്ത് ഇങ്ങനെ ഓരോ 1.5 ഫൂട്ട് വിട്ട് ഓരോരോ വിത്ത് വെക്കുന്നതാണ് ആ കൃഷിക്ക് ഏറ്റവും യോഗ്യമായത്. ഒരു പുല്ല് പോലും പുറത്തേക്ക് കാണാത്ത രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് ഇതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ നല്ലപോലെ സൂക്ഷ്മത വേണമെന്ന് ഞാൻ പറഞ്ഞു. കൊടുക്കേണ്ടത് രാസവളങ്ങളായി കൊടുക്കേണ്ടത് ഒരു കിലോ പിന്നെ ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 3-19 വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 100 ലിറ്റർ വെള്ളത്തിലേക്ക് 1 കിലോ 100 ലിറ്റർ വെള്ളത്തിലേക്ക് 1 കിലോ 3-19 വളം ഇട്ടിട്ട് പിന്നെ അതിൽ നിന്നിട്ട് 100 മില്ലി വെള്ളം എടുത്തിട്ടേ ഒരു മറുടിന് ഒഴിച്ചു കൊടുക്കേണ്ടതുള്ളൂ. അത്രക്കും നേർത്ത രീതിയിൽ കൊടുത്തേച്ചാൽ മതി. അത് തന്നെ ഈ അതിൽ നമ്മൾ പിന്നെ ജൈവമോ രാസമോ എന്നുള്ളത് തിട്ടപ്പെടുത്താത്ത ഉമിക് ആസിഡ് പറഞ്ഞ ആ വസ്തു അതും ഒരു 100 ലിറ്ററിന് ഒരു 500 മില്ലി കണ്ടിട്ട് ഈ വെള്ളത്തിലേക്ക് ഒഴിക്കുക. ആദ്യം അത് രണ്ടും കൂടി മിക്സ് ചെയ്തത് ഒരു പ്രാവശ്യം കൊടുക്കുക. പിന്നെ 19 മാത്രം ഒരു പ്രാവശ്യം കൊടുക്കുക. ഒരു 12-ാമത്തെ ദിവസം 13-ാമത്തെ ദിവസം വിട്ടിട്ട് പോയി 3 ഇല ആകുമ്പോൾ ആദ്യത്തേൽ ഒരു 2 ഇല കഴിയുന്ന സമയത്ത് 3-19 ഉമിക്കും കൂടി കൂട്ടിയത് ഒരു 100 മില്ലി ഞാൻ പറഞ്ഞ അനുപാതത്തിൽ മിക്സ് ചെയ്തിട്ട് 100 മില്ലി കൊടുക്കുക. പിന്നെ 3-19 മാത്രം 100 ലിറ്റർ വെള്ളത്തിലേക്ക് 1 കിലോ പിന്നെ 19 ഇട്ട് കലക്കിയിട്ട് അതിൽ നിന്ന് 100 മില്ലി വെള്ളം എടുത്തിട്ട് ഒരു മൂടിന് ഒഴിച്ചു കൊടുക്കുക. മൂന്നാമത് ഉമിക്ക് ഒരു 1/2 ലിറ്റർ ഉമിക്കും 1 കിലോ 3-19 കൂടി 100 ലിറ്റർ വെള്ളത്തിലേക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് ഇളക്കിയിട്ട് അത് പിന്നെ ചെയ്തു കൊടുക്കുക. ഇത് കുറച്ചൊക്കെ ഉണ്ടാക്കുന്നവർ 100 ലിറ്റർ വെള്ളം എടുക്കണമെന്നില്ല. ഞാൻ 100 ലിറ്റർ വെള്ളത്തിനാണ് നിങ്ങളോട് അനുവാദം പറയുന്നത്. അതനുസരിച്ചിട്ട് കൂടുതലാണെങ്കിൽ കൂട്ടും ചെയ്യുക, കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറക്കുകയും ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ രീതിയിൽ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 10 ലിറ്റർ വെള്ളത്തിലേക്കാണ് നിങ്ങൾ എടുക്കുന്നത് വെച്ചാൽ 100 ഗ്രാം 19 50 മില്ലി ഉമിക്കും മതി എന്ന് സാരം. ഞാൻ 100 ലിറ്ററിലേക്കാണ് പറഞ്ഞത് എങ്കിൽ അത് 10 ലിറ്ററിലേക്കാണെങ്കിൽ ഇത്രയും മതി. 10 ലിറ്റർ വെള്ളത്തിലേക്കാണ് നിങ്ങൾ കലക്കുന്നതെന്ന് വെക്കുകയാണെങ്കിൽ കൊടുക്കേണ്ട അളവ് ഇത് തന്നെ 100 മില്ലി വെള്ളം അത് മതി. ഇനി 125 മില്ലി ആയാലും പ്രശ്നമില്ല, അതിൽ ഒന്നും ഒരു വിഷയമില്ല. ഇത് പിന്നീട് കായയായി രൂപപ്പെട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലർ കായും പൂവൊക്കെ ഗ്രിപ്പാകാൻ ബയോക്സിൻ പോലുള്ള പിന്നെ അതേമാതിരി ജൈവ പിന്നെ പൂവും കായും ഗ്രിപ്പാകുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ചെയ്തില്ലെങ്കിലും കായ ഉണ്ടാവും. നല്ലപോലെ കായ ഉണ്ടാവും. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കായ രൂപപ്പെട്ട് കഴിഞ്ഞാൽ കടന്നലുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കടന്നൽക്കണി വെക്കുന്നത് വളരെ നല്ലതാണ്. എന്തെങ്കിലും കീടനാശിനി പഴങ്ങളൊക്കെ പഴച്ചാറുകളൊക്കെ ഉപയോഗപ്പെടുത്തി എന്തെങ്കിലും ഒരു ചെറിയൊരു പാത്രത്തിൽ അടുത്ത സ്ഥലത്തൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കടന്നലുകൾ വന്നിട്ട് അതിലേക്ക് ഇരുന്നിട്ട് അത് ഉപയോഗപ്പെടുത്തി അതങ്ങോട്ട് പൊയ്ക്കോളും. അതിനൊന്നും ഇതിലേക്ക് യാതൊരുവിധ ഇതും ചെയ്യേണ്ട ആവശ്യമില്ല. അതേതായാലും ബാരിക്സ് കിറ്റ് പോലുള്ള ഈ കീടങ്ങൾ ഒട്ടിപ്പോകുന്ന പിന്നെ കവറുകൾ കൊണ്ടുപോയിട്ട് ഈ തോട്ടത്തിലൊക്കെ കുത്തി കൊടുത്താൽ നീരൂറ്റി കുടിക്കുന്ന ജീവികൾ, നമ്മൾ മിക്കവാറും ആൾക്കാർക്ക് അറിയാത്ത ഒരു സത്യം അതാണ്. പച്ചക്കറിയൊക്കെ ഉണ്ടാക്കും, ഇല ഇങ്ങനെ ചുരുണ്ടു പോകും. ഇതെന്താ ചെയ്യാൻ? ഇത് നീരൂറ്റി കുടിക്കുന്ന ജീവികളാണ്. ഇതിൻ്റെ നമ്മൾ ലെൻസ് വെച്ച് കാണാത്ത അത്രക്കും ചെറിയ ജീവികളാണ് അതിൻ്റെ മുകളിൽ വരിക. അതിന് സ്വാഭാവികമായിട്ട് ഈ ടാറ്റൻ്റെ മിഡ എന്ന് പറഞ്ഞിട്ട് ഒരു എമിഡ എന്ന് പറഞ്ഞ പേരിലുള്ള ഒരു മരുന്നുണ്ട്. അത് കൊണ്ടുപോയിട്ട് 1 മില്ലി എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ലായനിയാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ ആ ജീവികളായിട്ട് നശിച്ചു പോകും. അതേ ചെയ്യേണ്ടതുള്ളൂ. പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ ഈ പച്ച പ്രായം അങ്ങോട്ട് വിട്ടിട്ട് ഒരു വരപ്പൊട്ട് ഇങ്ങനെ രൂപപ്പെട്ട് വരും കായൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഒരു മഞ്ഞയിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യും, പഴുപ്പിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യും തോന്നും. ഈ സമയത്തിനെ കാണുമ്പോഴത്തേക്കും മൂത്ത് എന്ന് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക. അത് കായ വേഗം പറിച്ചെടുക്കണം. അതല്ലാഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗത്ത് പൊട്ട് വരും. പൊട്ട് വന്നിട്ടുണ്ടെന്ന് വെക്കുകയാണെങ്കിൽ അത് ചീച്ചിലായി മാറും. പിന്നെ അത് ഒരു ദിവസം ഒന്നിന് കണ്ടാൽ 10 ദിവസം കൊണ്ട് എന്താ പറയുക വ്യാപകമായിട്ട് അത് സംഭവിച്ചു. ഇപ്പോൾ 4 ദിവസം കൊണ്ട് വ്യാപകമായി അത് സംഭവിച്ചു പോകും. വിളവെടുപ്പ് അതിശക്തമായ രീതിയിൽ തീർക്കേണ്ടി വരും. അത്രയ്ക്കേ നമ്മൾ നിയന്ത്രിക്കേണ്ടതുള്ളൂ. ഇതിൻ്റെ വിളവെടുപ്പ് ഒന്നും കൂടി ആയിക്കോട്ടെ,
ഒന്നും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കേണ്ടതില്ല. ഇനി കുറച്ച് നല്ല ഈ വരപ്പൊട്ടൊക്കെ വന്ന് ക്ലിയർ ആണെന്ന് വെച്ചാൽ പച്ചയാണെങ്കിലും പേടിക്കേണ്ടതില്ല. അതിട്ട് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നൊക്കെ ആണെങ്കിൽ ഒരു കടലാസിൽ പൊതിഞ്ഞിട്ട് പാന വെച്ചാൽ 3-ാം ദിവസത്തേക്ക് പരിപൂർണമായിട്ട് പഴുപ്പായി മാറും. ഈ സമാമ കൃഷി എൻ്റെ പിന്നെ നിരീക്ഷണത്തിലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിന് അനുയോജ്യമാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ മണൽ മണ്ണായിരിക്കണം. അതുപോലെ തന്നെ കൃത്യം ഓവർ വെള്ളം വേണ്ട, വെള്ളം കുറഞ്ഞു പോകരുത്. ഒന്നിടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട രീതിയിലോ മണ്ണിൻ്റെ ഈർപ്പം നഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങൾ നോക്കിയാൽ മതി. എന്നാൽ സുഖകരമായ കൃഷി ഈ സമാമിലൂടെ നമുക്ക് എടുക്കാൻ കഴിയും. അത് ലാഭകരമായി മാറുകയും ചെയ്യും.